23-ാം ദിവസം എക്സ്റ്റേണൽ വാലിഡേഷൻ, ബാഹ്യമായ അംഗീകാരം. വചനഭാഗം ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയോ അതോ ദൈവത്തിന്റെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. നമ്മുടെ പ്രവൃത്തികളുടെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതായിരിക്കണം. മനുഷ്യരുടെ കയ്യടിക്കും അംഗീകാരത്തിനും വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ നാം യഥാർത്ഥ നിയോഗത്തിൽ നിന്ന് അകന്നു പോകുന്നു. അല്പം മനഃശാസ്ത്രം. പീപ്പിൾ പ്ലീസിംഗ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെയും മൂല്യങ്ങളെയും ബലി കഴിക്കുന്ന സ്വഭാവമാണ് പീപ്പിൾ പ്ലീസിംഗ്. അവിടെ സംഭവിക്കുന്നത് ആത്മാവിൻ്റെ വിഭജനം, ഫ്രാഗ്മെന്റേഷൻ ഓഫ് ദ സോൾ. ഓരോ വ്യക്തിക്കും മുമ്പിൽ ഓരോ മുഖം കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു. ഇത് വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് വഴിതെളിക്കുന്നു. മറ്റുള്ളവരുടെ ശരികൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നാം നമ്മോട് തന്നെ അവിശ്വസ്തത കാണിക്കുന്നു. വാർത്തകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഡിജിറ്റൽ സംസ്കാരത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി സോഷ്യൽ മീഡിയ ചലഞ്ചുകളും അപകടകരമായ പ്രവണതകളും പത്രങ്ങളിൽ നാം നിത്യേന കാണുന്ന വാർത്തകളാണ്. ചില വാർത്തകൾ ശ്രദ്ധിക്കുക. ട്രെയിനിന് മുമ്പിൽ റീൽസ് എടുക്കുന്നതിനിടെ അപകടം, കൂടുതൽ ലൈക്കുകൾ കിട്ടാൻ വേണ്ടി അപകടകരമായ സ്ഥലങ്ങളിൽ നിന്ന് സെൽഫി എടുക്കുമ്പോൾ വീണ് മരണം. വാർത്തയെ അപഗ്രഥിച്ചാൽ ഒരു വ്യക്തി തൻ്റെ സുരക്ഷിതത്വത്തേക്കാൾ പ്രാധാന്യം ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ നൽകുന്നു. ആ നിമിഷത്തെ ആസ്വദിക്കുന്നതിന് പകരം ലോകത്തിന് മുമ്പിൽ താൻ ധൈര്യശാലിയാണ് എന്ന് കാണിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. ഇതിൻ്റെ മനഃശാസ്ത്രമാണ് വാലിഡേഷൻ സീക്കിംഗ്. പത്രവാർത്തകൾ കാണുന്ന ഈ വ്യക്തികൾ യഥാർത്ഥത്തിൽ അപകടം ഇഷ്ടപ്പെടുന്നവരല്ല. പകരം ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആയിരക്കണക്കിന് ലൈക്കുകളും വാവ് അടിപൊളി തുടങ്ങിയ കമന്റുകളുമാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. അവിടെ ആത്മാവിൻ്റെ വിഭജനം, ഉള്ളിൽ ഭയമുണ്ടെങ്കിലും പുറമേ അത് കാണിക്കാതെ മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സ്വന്തം ജീവനേക്കാൾ വില മറ്റുള്ളവരുടെ അംഗീകാരത്തിന്, എക്സ്റ്റേണൽ അപ്രൂവലിന് നൽകുകയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാം. അംഗീകാരത്തിന് വേണ്ടിയല്ലാതെ നിങ്ങളുടെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഭയപ്പെടാതെ അത് ശരിയാണെന്ന നിങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുക. ഉദാഹരണത്തിന്, മറ്റുള്ളവർ നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യത്തിന് സമ്മതം മൂളാതെ നിങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ സ്നേഹപൂർവ്വം നോ പറയുക. നമുക്ക് ഇങ്ങനെ ചുരുക്കാം. മറ്റുള്ളവരുടെ കയ്യടിക്ക് താൽക്കാലികമായ സന്തോഷം നൽകാൻ കഴിഞ്ഞേക്കും. എന്നാൽ ആന്തരികമായ സമാധാനം ലഭിക്കുന്നത് നമ്മുടെ മൂല്യങ്ങളോട് വിശ്വസ്തത പുലർത്തുമ്പോൾ മാത്രമാണ്. മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ നോ പറയാം എന്ന് നമുക്ക് പഠിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.